അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ആദരണീയരായ പണ്ഡിതന്മാരെ, സ്നേഹനിധികളായ വിദ്യാർത്ഥിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കരുണാവാരിധിയായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോട് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ഗാംഭീര്യമുള്ള പ്രബുദ്ധമായ ഈ സദസ്സിൽ ഒരുപാട് പ്രഭാഷണങ്ങൾക്ക് ശേഷം ഉച്ചയ്ക്ക് മുമ്പുള്ള അവസാനത്തെ പഠന സെഷനിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സ്വാഭാവികമായ ക്ഷീണവും വിശപ്പുമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യം വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസാരിക്കുവാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ എല്ലാ ആളുകൾക്കുമുള്ള ഏക ആശങ്ക വിദ്യാർത്ഥികളും യുവജനങ്ങളും മക്കളുമെല്ലാം വഴിതെറ്റിപ്പോവുകയും നമ്മുടെ നിയന്ത്രണങ്ങൾക്കും ദീനിയായ ചുറ്റുപാടുകൾക്കും എതിരായി ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ള ആശങ്ക ഒരുപാട് മാതാപിതാക്കളും വ്യത്യസ്തങ്ങളായ പ്രസ്ഥാന പ്രവർത്തകരും പരസ്പരം പങ്കുവെക്കുന്ന ആശങ്കയാണ്. ഇവിടെയാണ് എന്താണ് നമ്മുടെ വിദ്യാർത്ഥികൾ നന്നാകുവാൻ, യുവജനങ്ങൾ ലോകത്തിന് മാതൃകയാകുവാൻ എന്താണ് പരിഹാരം എന്നതിൻ്റെ ചെറിയ ഒരു ഉത്തരമാണ് MSM നടത്തുന്ന ഈ മഹത്തായ സമ്മേളനം. ഇസ്ലാമിക ആദർശങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിലെത്തുമ്പോൾ മാത്രമാണ് ഏതൊരു മനുഷ്യനും ഏതൊരു വിദ്യാർത്ഥിയും ജീവിതത്തിൽ മാറ്റത്തിന് വിധേയമാവുക. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് NITയിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. ക്ലാസ് എടുക്കുന്ന സമയത്ത് മുന്നിൽ ഒന്നാമത്തെ ബെഞ്ചിൽ 24 വയസ്സുള്ള ഒരു സുമുഖനായ നല്ല ഒരു വിദ്യാർത്ഥി, ഒറ്റ നോട്ടത്തിൽ തന്നെ ദീനിന്റെ അടയാളങ്ങൾ പ്രത്യക്ഷ ദൃഷ്ടിയിൽ കാണുന്ന നീണ്ട താടിയുള്ള, നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ച ഒരു നല്ല സുമുഖനായ ഒരു വിദ്യാർത്ഥി. ക്ലാസ് കഴിഞ്ഞ ശേഷം അവൻ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അവന്റെ കയ്യിലൊരു മൊബൈൽ ഫോണുണ്ട്, അവനത് കാണിച്ചിട്ടൊരു ഫോട്ടോ കാണിച്ചു. ഫോട്ടോ കാണിച്ചപ്പോൾ ഒരു ആധുനിക നമ്മുടെ നാട്ടിലുള്ള ഒരു ചെറിയ യുവാവിന്റെ ചിത്രമാണ്. കുങ്കുമ കളർ ഷർട്ടും ഒരു പച്ച കളർ പാൻറ്റും ഒരു നേരെ പറഞ്ഞൊരു ദേശീയ പതാക അടിച്ചിട്ട പോലുണ്ട്. അങ്ങനെ ഡ്രസ്സാണ്. നടുവിൽ ബെൽറ്റിന്റെ വട്ടത്തിൽ അശോക ചിഹ്നമൊക്കെ ഉണ്ട്, അശോക ചക്രമൊക്കെ. അപ്പൊ അവനെ നിന്നു. നമ്മുടെ ചെക്കന്മാരുടെ കുന്തം കൊണ്ട് ഏറിട്ട് വരുന്ന മുടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ഉഷാറായിട്ട് നിൽക്കുകയാണ്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് 2 ബിയറിന്റെ ബോട്ടിലുണ്ട് മുന്നിൽ. 2 ബിയറിന്റെ ബോട്ടിലുമായി സെൽഫി എടുത്തുന്ന ഫോട്ടോ ആണ്. സെൽഫി എന്ന് പറഞ്ഞാൽ അറിയാം, എങ്കിലൊന്ന് പറയാണ്, അവനവന്റെ തന്നെ ഫോട്ടോ എടുക്കുന്നതിന് ആധുനിക ലോകം നൽകിയ വിളിപ്പേരാണ് സെൽഫി. നമ്മുടെ പേര് സെൽഫി എന്നാണെങ്കിൽ നമ്മളെ തന്നെ എടുക്കുന്ന ഫോട്ടോയുടെ പേര് സെൽഫി എന്നാണ്. അപ്പൊ 2 ബിയറിന്റെ കുപ്പികളുമായി സെൽഫി എടുത്തിരിക്കുന്ന ഈ വിദ്യാർത്ഥി എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇതാരാന്നറിയോ? ഞാൻ ചോദിച്ചു, ഇതാരാണ്? അവൻ പറഞ്ഞു, ഇത് ഞാനാണ്. 6 മാസം മുമ്പുള്ള ഞാനാണിത്. നിങ്ങൾ പാലക്കാട് വെച്ചൊരു എഞ്ചിനീയറിംഗ് മെഡിക്കൽ വിദ്യാർത്ഥി സമ്മേളനം നടത്തിയില്ലേ? അവിടെ നടന്ന ഒരു ക്ലാസ് ഞാൻ നിർബന്ധത്തിന് വഴങ്ങിപ്പോയതാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരൻ വണ്ടിയിലേക്ക് വലിച്ചിട്ടപ്പോൾ ഞാൻ കയറി വന്നതാണ്. പക്ഷേ അവിടെ വെച്ച് നടന്ന ഒരു പ്രഭാഷണം എൻ്റെ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റമുണ്ടായി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നും ആളുകളോട് പറയും, ഞാനെങ്ങാനും ആ സമ്മേളന നഗരിയിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ എന്റെ ജീവിതത്തെ ഞാൻ തിരിച്ചറിയാമായിരുന്നില്ല.
ഈ രൂപത്തിലേക്ക് ഞാൻ മാറുമായിരുന്നില്ല. ഇന്ന് ഞാൻ എൻ്റെ എല്ലാ കൂട്ടുകാരോടും പറയും, നിങ്ങളുടെ മനസ്സിൽ ദീനിയായി ജീവിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്തയുണ്ട്, അവനെന്ത് ലൈഫാണ്, അവനെന്ത് ആസ്വാദനമാണ്, അവനെന്ത് ജീവിതമാണ്, അവനെന്ത് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. ഞങ്ങൾ ജീവിക്കുന്നതാണ് ജീവിതം, അവർക്കൊരാസ്വാദനവുമില്ല എന്ന് നിങ്ങളുടെ വിചാരമുണ്ടല്ലോ. അന്ന് ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെയാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത്. സഹോദരങ്ങളെ, ഇത് മാത്രമാണ് ലോകത്ത് ഒരു മനുഷ്യന് മാറുവാൻ, ഒരു വിദ്യാർത്ഥി മാറുവാൻ, ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥി ലോകമറിയപ്പെടുന്ന നല്ല ഒരു മകനായി മാറുവാൻ അള്ളാഹു ഇറക്കിയ ഏക പരിഹാരം. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിന്റെ ഈ ഗ്രന്ഥം, പ്രവാചകന്റെ വചനങ്ങൾ മലയാണ് കേൾക്കുന്നതെങ്കിൽ ആ മല തരിപ്പണമായി പടച്ച തമ്പുരാന് സുജൂദ് ചെയ്ത് ലോകത്തെ ഏറ്റവും നല്ല ഭക്തനായി മാറുമെങ്കിൽ, വിദ്യാർത്ഥികളെ, ഉമ്മമാരെ, നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു വിദ്യാർത്ഥി ഉണ്ടാകണമെങ്കിൽ അതിന്റെ ഒന്നാമത്തെ ഭാഗം അവരുടെ ജീവിതത്തിൽ മതമെത്തണം എന്നതാണ്. സഹോദരങ്ങളെ, ലോകത്ത് അല്ലാഹു നമ്മൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? എല്ലാവർക്കും ഒന്നടങ്കം പറയാൻ പറ്റുന്ന ഉത്തരം അത് അല്ലാഹു നൽകിയ ഹിദായത്താണ്, സമ്മാനമാണ്. എന്താണ് ഹിദായത്ത്? പടച്ച തമ്പുരാൻ സ്വർഗത്തിന് വേണ്ടി നൽകിയ ടിക്കറ്റ്. അറിയണം നമ്മൾ അതിന്റെ പ്രാധാന്യം. മുജാഹിദുകളായ നമ്മൾക്ക് പടച്ച തമ്പുരാൻ നൽകിയ സമ്മാനമായ ഹിദായത്ത്. ഉലുൽ അസ്മിൽപ്പെട്ട ഒന്നാമത്തെ പ്രവാചകനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ഭാര്യയും കുട്ടിക്കും ആ ഹിദായത്ത് കിട്ടിയില്ല. പടച്ച തമ്പുരാന്റെ പ്രവാചകന്റെ കുടുംബത്തിന് കിട്ടാത്ത ഹിദായത്ത് അറിയണം നമ്മൾ. ലൂത്ത് നബിയുടെ ഭാര്യയ്ക്ക് പടച്ച തമ്പുരാൻ കൊടുക്കാത്ത ഹിദായത്ത്, ആസിയ ബീവിയുടെ ഭർത്താവായ ഫിറഔനിന് പടച്ച തമ്പുരാൻ കൊടുക്കാത്ത ഹിദായത്ത്. എന്തിനേറെ, ഫത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം നബിയുടെ പാതയാണ് മുഹമ്മദ് നബി താങ്കൾ പിൻപറ്റേണ്ടത് എന്ന് പറഞ്ഞ ഖലീലുള്ളാഹ്, പടച്ച തമ്പുരാന്റെ കൂട്ടുകാരനായ ഇബ്രാഹിം നബിയുടെ പിതാവിന് ഒരുപാട് തേടിക്കാണും ഇബ്രാഹിം നബി, എന്നിട്ടും കിട്ടാത്ത ഹിദായത്ത്. എന്തിനേറെ, ലോകത്തെ അശ്റഫുൽ ഖൽഖ്, മലക്കിനേക്കാൾ ശ്രേഷ്ഠനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരൻ, പ്രവാചകനെ പോറ്റി വളർത്തിയ അബൂ ത്വാലിബിന് കിട്ടാത്ത ഹിദായത്ത്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് പടച്ച തമ്പുരാൻ സമ്മാനമായി നൽകി. നോക്കൂ നിങ്ങൾ, ലോകത്ത് നമ്മുടെ ബുദ്ധി കൊണ്ടാണോ നാഥൻ നൽകിയത്? ആയിരുന്നുവെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകത്ത് വിപ്ലവം രചിച്ച ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ബുദ്ധിയെ കുറിച്ച് പഠനം നടത്തിയവർ പറഞ്ഞ വാക്ക്, രണ്ട് മനുഷ്യരുണ്ടാകുന്ന ബുദ്ധിശക്തിയാണ്, തലച്ചോറിന്റെ കപ്പാസിറ്റിയാണ് ആൽബർട്ട് ഐൻസ്റ്റീന് കിട്ടിയത്. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീന് ഇസ്ലാം മതം എന്ന ഹിദായത്ത് കിട്ടിയില്ല. അറിയണം നമ്മൾ, ലോകത്തെ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് തോമസ് ആൽവ എഡിസണാണ്. 1000-ലധികം കണ്ടുപിടുത്തങ്ങൾ നടത്തി, പക്ഷേ ഹിദായത്ത് കിട്ടിയില്ല. അറിയണം നമ്മൾ, വീണ്ടും ലോകത്ത് ഇന്നേ വരെ ഇപ്പോഴും ശാസ്ത്രലോകം അംഗീകരിക്കുന്ന തമോഗർത്തങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റികളിലും 4 സബ്ജക്റ്റുകൾ ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്ന, അരക്ക് താഴെ വീൽചെയറിൽ നടക്കുന്ന സ്റ്റീഫൻ ഹോക്കിംഗ് ലോകത്തിന്റെ ചരിത്രമാണ്, അല്ല ജീവിച്ചിരിക്കുന്ന അടയാളമാണ്. പക്ഷേ അദ്ദേഹത്തിനും ഹിദായത്ത് കിട്ടിയില്ല. നമ്മൾ കൈരളി ടിവിയിൽ കാണാറുണ്ടല്ലോ, നമ്മൾ മനസ്സിലൊരാളെ വിചാരിക്കുന്നു, എന്നിട്ട് 20 ചോദ്യങ്ങൾക്കുള്ളിൽ അയാളുടെ ചരിത്രങ്ങൾ, അയാളുടെ ജനനസ്ഥലങ്ങൾ, അയാൾ രചിച്ച ഗ്രന്ഥങ്ങൾ. PS പ്രദീപാകട്ടെ എല്ലാത്തിനെ കുറിച്ചും അറിവുണ്ട്, പക്ഷേ പടച്ച തമ്പുരാൻ കൊടുക്കുന്ന ഹിദായത്ത് കിട്ടിയില്ല. അവർക്കാർക്കും ലഭിക്കാത്ത ഹിദായത്താണ് 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് 8ാം ക്ലാസ്സിൽ പഠിച്ച 10ാം ക്ലാസ്സിൽ പഠിച്ച സെക്കൻഡ് ക്ലാസ് മാത്രം മാർക്കുള്ള നമ്മൾക്ക് പടച്ച തമ്പുരാൻ നൽകിയത്. എന്നിട്ട് അല്ലാഹു നമ്മളോട് പറഞ്ഞൊരു വാക്കുണ്ട്, പടച്ച തമ്പുരാൻ പറഞ്ഞ ഏക വാക്കുണ്ട്. ആ വാക്കാണ് ഓരോ MSMന്റെ പ്രവർത്തകന്റെയും മനസ്സിലുണ്ടാകേണ്ടത്. പടച്ച തമ്പുരാൻ പറയുന്നത്, ومن يشاقق الرسول من بعد ما تبين لهم الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. പടച്ച തമ്പുരാൻ ഹിദായത്ത് നൽകി. ആ ഹിദായത്ത് കിട്ടിയ ശേഷം പടച്ച തമ്പുരാൻ സ്വർഗ്ഗത്തിന്റെ ടിക്കറ്റ് നൽകിയ ശേഷം പിന്നീട് ഈ നാട്ടിൽ അത് ലഭിക്കാതെ പോയിട്ടുള്ള 10,000-കണക്കിന് വിദ്യാർത്ഥികളെ പോലെ, ആളുകളെ പോലെ ജീവിക്കുന്ന ആളുകൾക്ക് രണ്ടാമതൊരു തിരിച്ചുവരവ് നാഥൻ നൽകുക സാധ്യമല്ല. അതുകൊണ്ട് ഈ ഹിദായത്തിനനുസരിച്ച് ജീവിക്കുക. പടച്ച തമ്പുരാൻ നൽകിയ വഴി വെളിച്ചം അത് സ്വീകരിച്ച് മുന്നോട്ട് പോവുക. നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട്ടുകളിൽ എത്രയാണ് വിദ്യാർത്ഥികൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകാത്തത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിമായ 19 വയസ്സുള്ള വിദ്യാർത്ഥി കള്ള് കുടിച്ച് നാട്ടിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആഘോഷത്തിൽ പങ്കാളിയായി വാഹനം കുത്തി
ഓവുചാലിലേക്ക് മറിഞ്ഞ് അവൻ ദുനിയാവിൽ നിന്ന് പോയി. നൂറുകണക്കിന് ആളുകൾ മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ടാകും. പക്ഷേ അവൻ നാളെ പരലോകത്ത് വന്ന് എന്താണ് പറയുക? നാഥ, ഞാൻ 24-ാമത്തെ വയസ്സിൽ നന്നാകണമെന്ന് തീരുമാനിച്ചു എന്നോ? നാഥ, ഞാൻ 80-ാമത്തെ വയസ്സിൽ നമസ്കാരം തുടങ്ങാമെന്നോ? നാഥ, ഇത്ര പെട്ടെന്ന് ഞാൻ മരണപ്പെട്ടു പോകും എന്ന് വിചാരിച്ചില്ല എന്നോ? പടച്ച തമ്പുരാനോട് അവൻ എന്ത് കെഞ്ചിയാലും ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന ബാംഗ്ലൂർ സിറ്റിയിൽ 4 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ, നിങ്ങൾ കണ്ടതല്ലേ യുവാക്കളെ, വാട്സപ്പിലൂടെ മരണരംഗമാണ് വീഡിയോയായി പകർന്നത്. ബാംഗ്ലൂർ ടൗണിലൂടെ 4 മുസ്ലിം അടക്കമുള്ള വിദ്യാർത്ഥികൾ അവർ ബൈക്ക് റേസിംഗ് നടത്തുകയാണ്, വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ്. ഒന്നിച്ച് 4 പേരും ഒരു വാഹനത്തിലിടിച്ച് മരണപ്പെട്ടു ദുനിയാവിൽ നിന്ന് പോയി. അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? പ്രിയപ്പെട്ടവരെ, പരലോകത്ത് വന്ന് യാ ലൈതനി, പടച്ച തമ്പുരാനെ, അല്ലാഹുവേ, ആയിരുന്നുവെങ്കിൽ ലം ഊത കിതാബിയ, ഗ്രന്ഥം എനിക്ക് നൽകാതിരുന്നുവെങ്കിൽ, യാ ലൈതനി കുന്തു തുറാബ, നാഥ, എനിക്ക് സ്വർഗം വേണ്ട, എനിക്ക് നരകം ഞാൻ കാണുകയാണ്, ആ നരകത്തിലേക്ക് എനിക്ക് പോകണ്ട. എന്റെ നാട്ടിലുള്ള, എന്റെ കൂട്ടത്തിലുള്ള മനുഷ്യരുടെ കൂട്ടത്തിലല്ലാത്ത കന്നുകാലികളെ നീ മണ്ണാക്കിയതുപോലെ എന്നെ ഒന്ന് മണ്ണാക്കിയിരുന്നുവെങ്കിൽ എന്ന് യാചിച്ചിട്ട് പടച്ച തമ്പുരാന്റെ കോടതിയിൽ എന്താണ് പ്രിയപ്പെട്ടവരെ ഫലം? വിദ്യാർത്ഥികളെ, ഈ ചിന്തയാണ് ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിലുണ്ടാകേണ്ടത്. ഞാൻ ഈ ദുനിയാ വിട്ടു പോകുന്ന സമയത്ത് പടച്ച തമ്പുരാൻ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു വിദ്യാർത്ഥിയായി ഈ ദുനിയാവിൽ നിന്ന് പോകണം. അവിടെയാണ് എന്റെ ജീവിതത്തിൽ എല്ലാ ക്ലാസ്സുകളിലും ഞാൻ പറയുന്ന എന്റെ സന്തോഷമായ, എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരിയായ, ഒരു അപകടത്തിൽ മരണപ്പെട്ടു പോയ തസ്നി ബഷീർ എന്ന് പറയുന്ന കേരളക്കര ചർച്ച ചെയ്ത ഒരു പെൺകുട്ടിയെ ഞാൻ ഓർമ്മിക്കുന്നത്. 19 വയസ്സാണ് ആ പെൺകുട്ടിക്ക് മരിക്കുമ്പോൾ. തിരുവനന്തപുരത്ത് കാട്ടാളന്മാരുടെ, ചെകുത്താന്മാരുടെ കുത്തുകൊണ്ട് മരണപ്പെട്ടു പോയ അവൾ ലോകത്തിന് മാതൃകയാണ്. MGM-ന്റെ പ്രവർത്തകന്മാർ, MSM-ന്റെ പ്രവർത്തകന്മാർ, ഈ ഹാളിൽ വന്ന ആളുകൾ സാധാരണ പറയാറുണ്ട്, എന്റെ നാട്ടിൽ ഞാൻ മാത്രമാണ്, എങ്ങനെയാണ് ദഅവത്ത് നടത്തുക? എന്റെ പ്രദേശത്ത് ഞാൻ മാത്രമാണ്, എങ്ങനെയാണ് ഞാൻ ദഅവത്ത് നടത്തുക? തസ്നി ബഷീർ എന്ന് പറയുന്ന 19 വയസ്സുകാരി നിങ്ങളുടെ വീടുകളിൽ മക്കൾക്ക് ഉദാഹരണമായി പറഞ്ഞു കൊടുക്കേണ്ട നല്ല ഒരു പെൺകുട്ടിയാണ്. എന്തുകൊണ്ടെന്നറിയുമോ? 5 വീടുകൾ അവരുടെ കുടുംബത്തിന്റെ വീടുകളാണ്. ഒരൊറ്റ ഗേറ്റും ഒരേ നടപ്പാതയും ആ കോമ്പൗണ്ടിൽ 5 വീടുകളുമാണ്. ആ 5 വീടുകളിൽ കുത്തറാത്തീബ് നടക്കുന്ന വീടുകൾ, മങ്കൂസ് മൗലീദ് ഓതുന്ന വീടുകൾ, ഉസ്താദുമാർ നട്ടപ്പാതിരക്ക് വരെ വന്ന് അവിടെ വെച്ച് യാസീൻ ഓതി മരണപ്പെട്ടു പോയ ആളുകൾക്ക് നേർച്ച ചെയ്യുന്ന വീടുകൾ. ആ വീട്ടിൽ നിന്നാണ് 10ാം ക്ലാസ് കഴിഞ്ഞ് തസ്നി അവിടെ നിന്ന് പോയി ഇസ്ലാമികമായ ആദർശത്തെ കുറിച്ച് കിട്ടി, സീഡികൾ കിട്ടി. ഇതുപോലെ സമ്മേളനങ്ങൾ പങ്കെടുക്കാൻ അവൾ ആ നാട് വിട്ടുപോയപ്പോൾ കിട്ടിയ ലേഖനങ്ങളുമായി വീട്ടിലേക്ക് വന്നു. ഉമ്മാക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്തു. ചെറിയതായി തസ്നി ബഷീറിന്റെ ഉപ്പയുമായി എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ എന്ന് ഞാൻ വിളിക്കുന്ന MSM-ന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് അബ്ദുൽ ജലീൽ മാമാങ്കര, ഞാനും അദ്ദേഹം അടക്കം ഹാഫിള് അടക്കം പോയപ്പോ അദ്ദേഹത്തിന്റെ പിതാവ്, അവളുടെ പിതാവ് പറഞ്ഞ വാക്ക്, എന്റെ മോള് പഠിച്ചു, അവസാനം ഞങ്ങളെ തിരുത്താൻ മാത്രം, ഞങ്ങൾക്ക് നേർവഴി കാണിക്കാൻ മാത്രം അവൾ പഠിച്ചു. ഉമ്മയെ തിരുത്തി. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം ആ വീട്ടിൽ 19 വയസ്സുകാരി 17 വയസ്സുകാരി ഉമ്മാക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഉമ്മ, നമ്മൾ നടത്തുന്നത് ഭൂരിപക്ഷവും ഇസ്ലാമിലില്ലാത്തതാണ്. ആ ഉമ്മ മാറി ഗൾഫിലുള്ള പിതാവിന് വാട്സപ്പ് വഴി വീഡിയോകൾ അയച്ചു കൊടുത്തു, ഇസ്ലാമിന്റെ കാര്യങ്ങൾ അയച്ചു കൊടുത്തു. വാപ്പ ഏകദേശം ദീനിയായ അവസ്ഥയിലേക്ക് വന്നു. ആ നാട്ടിൽ 1 കിലോമീറ്റർ നടന്ന് ആ കോമ്പൗണ്ടിൽ നിന്ന് ആദ്യമായി തസ്നി ഉമ്മയുടെ കൈ പിടിച്ച് വെള്ളിയാഴ്ച ജുമഅക്ക് പോയി. ആ നാട് ഞെട്ടിവിറച്ച ദിവസം വന്നതാണ്. കാരണം 3-4 കിലോമീറ്ററിന്റെ പരിസരത്ത് ഒരൊറ്റ പെണ്ണും പള്ളിയിൽ പോകാത്ത വീട്ടിൽ നിന്ന്, നാട്ടിൽ നിന്ന് ഒരു 5 വീടുകൾ ഖുറാഫാത്തിന്റെ ഏറ്റവും ഉത്തുംഗതയിൽ നിൽക്കുന്ന വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ഉമ്മയെയും കൂട്ടി പള്ളിയിലേക്ക് പോയി. തസ്നി മരിച്ചു. മന്ത്രിമാരുണ്ട്, ടെലിവിഷൻ ചാനലുകളുണ്ട്, നാട്ടുകാരുണ്ട്. അവിടേക്ക് ഉസ്താദുമാർ വന്നു. കാരണം പണം കിട്ടാവുന്ന ഏറ്റവും നല്ല മാർഗമാണ്. മരണപ്പെട്ടതല്ല, കൊല്ലപ്പെട്ടതാണ്. അതുകൊണ്ട് അവിടെ അതിൻ്റെതായ ചടങ്ങുകൾ ഉണ്ടാകും. ഉസ്താദുമാർ വന്നു, ഖുർആൻ എടുത്തു, യാസീൻ ഓതി. തസ്നി ബഷീറിന്റെ ഉമ്മ, പാവപ്പെട്ട ആ സഹോദരി, കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, യാസീൻ ഓതാൻ നബി പഠിപ്പിക്കാത്തത് കൊണ്ട് ഈ വീട്ടിൽ നിന്ന് പാരായണം പാടില്ല.
സഹോദരങ്ങളെ, ആ നാട് ഞെട്ടി. കാരണം മന്ത്രിമാരുണ്ട്, ചാനൽ പ്രവർത്തകരുണ്ട്, ആ നാട്ടിലുള്ള എല്ലാ പൗരപ്രമുഖരുണ്ട്. അവിടെ നിന്നൊരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ വാക്ക്, ഇല്ല, എന്റെ പ്രവാചകൻ ഇഷ്ടമില്ലാത്ത ഒന്നും എന്റെ മകളുടെ പേരിൽ ചെയ്യാൻ പാടില്ല. മയ്യത്ത് നിസ്കരിക്കാൻ പുരുഷന്മാർ വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ വേണ്ടി വന്നപ്പോ ആളുകൾ പറഞ്ഞു, വീട്ടിൽ നിന്ന് മയ്യത്ത് നിസ്കാരമില്ല. ആ ഉമ്മ പറഞ്ഞു, വീട്ടിൽ നിന്ന് നബി മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിർവഹിക്കണം. ഉമ്മമാരെ, സഹോദരിമാരെ, ലോകത്തിന് മാതൃകയായി ആ പെൺകുട്ടി മാറുന്നത് എന്തുകൊണ്ടാണ്? ഈ ദീനി ജീവിതത്തിലേക്ക് വന്നു, ഈ ആദർശം ജീവിതത്തിലേക്ക് വന്നു. ഈ ആദർശം നാഥൻ നൽകിയ ഹിദായത്ത് ജീവിതത്തിന്റെ വഴി വെളിച്ചമായി സ്വീകരിച്ചു. അവിടെയാണ് വിദ്യാർത്ഥികളെ, നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ നമ്മൾ ആരംഭിക്കേണ്ടത്. നമ്മൾ എഴുന്നേൽക്കേണ്ടത് നമ്മൾക്കിഷ്ടമുള്ള നേരത്തല്ല, പടച്ചതമ്പുരാൻ ഇഷ്ടമുള്ള നേരത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിളിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ ഈ ക്യാമ്പിൽ പങ്കെടുത്തു. എന്റെ ഫോണ് ഏതെങ്കിലും ഒരു ഭാഗത്ത് വെക്കുകയാണ്. കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോ 8 മിസ് കോൾ, 4 ഉമ്മയാണ്, 2 എന്റെ സുഹൃത്താണ്, 2 ഞാൻ അറിയാത്ത നമ്പറാണ്. സ്വാഭാവികമായി ഞാൻ എടുക്കും. എന്റെ ഉമ്മ വിളിച്ചത്, പടസോനെ എന്തേ ധൃതിപ്പെട്ട് വിളിച്ചത്, എന്തേ എന്റെ കൂട്ടുകാരൻ വിളിച്ചത്, എന്തേ 2 തവണ വിളിക്കാൻ കാരണം? നമ്മൾക്ക് അങ്ങോട്ട് തിരിച്ചു വിളിക്കാൻ ധൃതിയാണ്. സഹോദരങ്ങളെ, നമ്മൾ അങ്ങാടിയിൽ നിൽക്കാൻ, യുവാക്കളെ നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങാൻ, നമ്മൾ സുബൈക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പടച്ച തമ്പുരാൻ വിളിക്കാൻ. എന്തെന്നറിയോ? ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ, ഹയ്യ അലൽ ഫലാ, അസ്സലാത്തു ഖൈറും മിനൻ നൗം. പടച്ച തമ്പുരാൻ 5 മിസ് കോളുകളാണ്, അല്ല 5 കോളുകൾ വിളിച്ചിട്ട്, പടച്ചോനെ തിരിച്ചൊന്ന് ഞാനൊന്ന് പോകണം, നാഥനോട് നന്ദി ചെയ്യണം. എന്റെ ജീവിതത്തിൽ മുസ്ലിമായ ഞാൻ എന്റെ നാഥന് ചെയ്യേണ്ട ഒന്നാമത്തെ ഫർള്, ഈ പ്രപഞ്ചത്തിൽ ഒരു മുസ്ലിം ചെയ്യേണ്ട ഒന്നാമത്തെ ഫർള് സുബഹി വീട്ടിൽ നിന്നല്ല പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണ് എന്ന് പഠിപ്പിച്ചിട്ട് അവിടേക്ക് പോകാതിരിക്കുന്നുവെങ്കിൽ, സഹോദരങ്ങളെ, ഹിദായത്ത് ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയവന് സമാനഗതിയിലേക്ക് നമ്മൾ പോകുകയാണ്. ഗൗരവം നമ്മൾ അറിയണം, അവിടെ മുതൽ തുടങ്ങണം. കാരണം എന്താണെന്നറിയോ? അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്നതിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത്, ഉറക്കത്തേക്കാൾ നിനക്ക് നല്ലത് നമസ്കാരമാണ് എന്നതിന് പണ്ഡിതന്മാർ കൊടുത്ത ഒരു ഫത്വ വിശദീകരിച്ചത്, അല്ല വിളിക്കാണ്, മുഹമ്മദേ, ഫാത്തിമ, ആയിഷ, നിന്റെ ജീവിതത്തിൽ ഒരു ഉറക്കം വരാണ്ട്, വാപ്പല്ല, ഉമ്മല്ല, ചങ്ങാതിമാരിൽ ആരുമില്ല, നിന്നെ കൊണ്ടുപോയി കുഴിയിൽ വെച്ച് മണ്ണിട്ട് തിരിച്ചു വന്ന് അവരെല്ലാം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ നിന്റെ അടുക്കലേക്ക് മലക്കൾ വരും. എന്നിട്ട് നിന്നോട് പറയും, നംകനൂമത്തിൽ അറോസ്, പുതുമണവാട്ടി ഉറങ്ങുന്നത് പോലെ നീ ഉറങ്ങിക്കോ എന്ന് നിന്നോട് അവിടെ വെച്ച് ഉറങ്ങാൻ പറയണമെങ്കിൽ ഇവിടെ അരമണിക്കൂർ ഉറക്കം ഒഴിവാക്കി പള്ളിയിലേക്ക് പോയി ആലോചന വരുമ്പോ നിങ്ങൾ ഉമ്മയോട് പറയേണ്ടത്, വാപ്പാനോട് പറയേണ്ടത്, വാപ്പാ ദീനിയായി ജീവിക്കാൻ, ക്ലാസ് കേൾക്കാൻ, ഖുത്ബ കേൾക്കാൻ, ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റിയൊരു വീടാണോ? മാഷാണെങ്കിലും ഏതാളാണെങ്കിലും നിങ്ങൾ സമ്മതിച്ചോളൂ വാപ്പാ. അല്ല, പള്ളിയിലേക്ക് പോകാൻ കഴിയാതെ, ക്ലാസ്സിന് പോകാൻ കഴിയാതെ, ഒരു സഭ വായിക്കാൻ കഴിയാതെ, ഒരു പുട വായിക്കാൻ കഴിയാതെ, ഇന്നോവ കാറിൽ പുതിയ ഡ്രസ് വിട്ട് ഒരാൾ എഞ്ചിനീയറായി വന്നാൽ വാപ്പാ സമ്മതിക്കരുത്, സമ്മതിക്കരുത് വാപ്പാ. കാരണം ആ പോക്കിലെങ്ങാനും മരിച്ചാൽ ദുനിയാവിൽ അല്ലാഹു ഹിദായത്ത് നൽകിയിട്ട് പോലും അത് സംരക്ഷിച്ചു നിർത്താൻ കഴിയാത്ത ലോകത്തിലെ ഹതഭാഗിയായി ഞാൻ മരണപ്പെട്ടു പോകേണ്ടി വരും. സഹോദരങ്ങളെ, അതുകൊണ്ട് നിസ്കാരം വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഒറ്റ ഹദീസാണ്, ഒരേ ഒരു സംഭവമാണ്. പ്രവാചകൻ മിഅ്റാജ് യാത്ര നടത്തുകയാണ്, പ്രവാചകൻ രംഗം കാണാണ്, ഒരു മനുഷ്യനെ നിർത്തുന്നു, അയാളുടെ തലക്ക് വലിയ പാറക്കല്ല് കൊണ്ട് വേദന കൊണ്ട് നിലവിളിക്കുന്നു. പ്രവാചകൻ ചോദിക്കാണ് കണ്ണുപൊത്തിയിട്ട്, മൻഹാദ, ആരാണ് ഇയാൾ? എന്തേ ഇത് ജിബ്രീൽ? എന്തിനാണ് ഇയാൾക്ക് ഇത്രമാത്രം ശിക്ഷ? യുളിഊന സ്വലാ, അദ്ദേഹം നിസ്കാരം ഇടക്കിടക്ക് ഒഴിവാക്കും. കല്യാണത്തിന് പോകുമ്പോൾ ചങ്ങാതിമാരും നിസ്കരിക്കാത്തോണ്ട് നിസ്കാരം ഒഴിവാക്കുക. കൂട്ടുകാരെല്ലാവരും ടൂർ പോകുമ്പോ ഞാനായിട്ട് നിസ്കരിച്ചാൽ ഞാനൊരു ഭക്തനായിട്ട് അവർ കളിയാക്കും, അതുകൊണ്ട് നിസ്കരിക്കാതൊക്കെ. പന്ത് കളിയിലെ സെവൻസ് ഫുട്ബോൾ താരമാണ്, എനിക്ക് ജമ്മും കസറും ചെയ്താൽ മതി കളിയാണെങ്കിൽ. പക്ഷേ ഗ്രൗണ്ടിന്റെ ഓരോരത്ത് തോർത്തുമുണ്ട് വിരിച്ച് നിസ്കരിച്ചാൽ മതി, നിസ്കരിച്ചില്ല. നാട്ടുകാരുടെ അഭിപ്രായം നോക്കി, യത്തബിഊനൽ ഹവാ, ജനങ്ങളുടെ ഇഷ്ടം നോക്കി നിസ്കാരം ഒഴിവാക്കി. സഹോദരങ്ങളെ, നിസ്കാരം മറക്കരുത്. രണ്ടാമത്തെ കാര്യം, നല്ലൊരു വിദ്യാർത്ഥി നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം 5-6 മണിക്കൂർ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഫേസ്ബുക്കോ വാട്സപ്പോ ട്വിറ്റർ അടക്കം ഉപയോഗിക്കുന്ന ആളുകളാണ്. പക്ഷേ അറിയുക, ഒരു ദിവസം
കിടക്കണീന് മുമ്പ് ഒരു 10 ആയത്തെങ്കിലും ആശയസഹിതം ഒന്ന് വായിച്ചിട്ടുറങ്ങും എന്നീ ഒരു ക്യാമ്പോടുകൂടി നിങ്ങൾ തീരുമാനമെടുക്കുകയാണെങ്കിൽ MSMന്റെ ഈ സമ്മേളനം ഇതിനേക്കാൾ വലിയ ഒരു ലാഭവും ഇതിനേക്കാൾ വലിയൊരു വിജയമല്ല. 10 ആയത്ത് ഉറങ്ങണീന്റെ മുന്നേ നിങ്ങൾ വായിക്കൊന്ന് തീരുമാനിച്ചാൽ മതി. സ്വങ്ങളെ വിപ്ലവകരമായ മാറ്റം ഉണ്ടാവും. അറിയോ നിങ്ങൾക്ക്? മഹാനായ ജാഫർ റളിയല്ലാഹുവിനെ ഖബറിലേക്ക് എടുത്തു വെക്കുകയാണ്. പ്രവാചകൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു സഹാബത്തിനോട് പറഞ്ഞു, ഏതൊരു മനുഷ്യനെയും ഖബറിലേക്ക് എടുത്തു വെച്ചാൽ ഖബറിന് ഇടുക്കമുണ്ട്. ഇവിടെ പ്രവാചകൻ കൈയിനെ ചേർത്ത് വെക്കുകയാണ്. ഇതാ വാരിയല്ലുകൾ തമ്മിൽ ഇതുപോലെയാകും. ഖബറിലേക്ക് ഒരു മനുഷ്യൻ എടുത്തു വെച്ചാൽ അത് 10ാം ക്ലാസ്സുകാരനെ വെച്ചാലും ഡിഗ്രിക്ക് പഠിക്കുന്നവരെ വെച്ചാലും 60 വയസ്സുള്ള വാപ്പയെ വെച്ചാലും അവന്റെ ഖബറിന് ഇടുക്കുണ്ടാകും. വാരിയല്ലുകൾ ഇതുപോലെയാകും. വേദന കൊണ്ട് നിലവിളിക്കും. പടച്ചു തമ്പുരാന്റെ അർശ് പോലും കിടുകിടാ വിറക്കും. സഹാബത്തിന്റെ ചോദ്യം, വിശ്വാസികൾക്ക് ഇതുണ്ടാകുമോ പ്രവാചകരെ? മർറത്തൻ വാഹിദ, ഒരു തവണ ഉണ്ടാകും. ലിമാദാ യാ റസൂലല്ലാഹ്, എന്തേ വിശ്വാസികൾക്ക് ഇതുണ്ടാകാനുള്ള കാരണം? ഖഫീഫൻ, നേരിയ തോതിൽ ഖബറിനിടുങ്ങും. എന്നിട്ട് പടച്ചു തമ്പുരാന്റെ മലക്കാളെന്ന് പറയും, നീ എങ്ങാനും നാഥനനുസരിച്ച് ജീവിച്ചില്ലായിരുന്നെങ്കിൽ നിനക്ക് കിട്ടുന്ന ശിക്ഷകളിൽ ഏറ്റവും ചെറുതാകുമായിരുന്നു. നിനക്കിനി സന്തോഷമാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ആ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആരെങ്കിലും ആഗ്രഹമുണ്ടോ? ബലാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സൂറ 2 കാര്യം പറഞ്ഞ്, ഒന്ന് ഇഖാമത്തി സ്വലാ വ തിലാവത്തിൽ ഖുർആൻ, നിസ്കാരം ഒരിക്കലും ഒഴിവാക്കാതെക്ക. 2, ഒരു ദിവസം 10 ആയത്തുകളെങ്കിലും സഹോദരങ്ങളെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നിടക്ക് 10 ആയത്തുകളെങ്കിലും ഓതാൻ വേണ്ടി ശ്രമിക്കുക. പറഞ്ഞ സ്ഥിതിക്കൊരു കാര്യം കൂടി, നമ്മുടെ വീടുകളിൽ വാതിലുകൾ കുറ്റിയിട്ട യുവാക്കൾ കിടക്കയിൽ അവരവന്റെ വിരിപ്പ് കൂടി ഹെഡ്സെറ്റുകൾ വെച്ച് തോന്നിവാസങ്ങൾ ആസ്വദിക്കുമ്പോ മനസ്സിലുള്ള ധാരണ എന്താ അറിയോ? വാപ്പ കാണുന്നില്ല, ഉമ്മ കാണുന്നില്ല, ആരും അറിയണില്ല. ഹിസ്റ്ററി അത് റിമൂവ് ചെയ്താൽ മതി, ക്ലീൻ ആക്കിയാൽ മതി. അള്ളാന്റെ ചോദ്യമുണ്ട്, അലം യഅലം ബിഅന്നല്ലാഹ യറാ, അലം യഅലം, നിങ്ങൾക്കറിയുന്നില്ലേ? ബിഅന്നല്ലാഹ യറാ, ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിനുകളിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങൾ നാളെ പരലോകത്ത് പടച്ചു തമ്പുരാൻ കൊണ്ടുവരും. വാപ്പാനെ കാണിച്ചു കൊടുക്കും, അവൻ കണ്ടതിതാണ്, കേട്ടതിതാണ്. സഹോദരിമാരെ, നട്ടപ്പാതിരയിൽ പടച്ചു തമ്പുരാൻ അനർഹമായി വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരാൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ നിന്നൊരു കോള് പോയാൽ അറിയുക, 100 അല്ല, 1000 അല്ല, 10,000കണക്കിന് ശബ്ദത്തോടുകൂടി പറയുന്നു, 100ൽ 100% വ്യഭിചാരമാണ്, വ്യഭിചാരമാണ്, വ്യഭിചാരമാണ്. ഒരു സംശയമില്ല. ഇസ്ലാമികമായി ഹറാമ് കാണലും ഹറാമ് കേൾക്കലും ഹറാമായ കോളും അത് വ്യഭിചാരമാണ്. അതിന് സിനിമാക്കാരുടെ ഒപ്പീനിയൻ നമുക്ക് ആവശ്യമില്ല. ഇസ്ലാമികമായ ഒരു നിയമം പറയാൻ, ഒറ്റ നിയമം, സമയക്കുറവുകൊണ്ട് പറയാൻ. ഇസ്ലാമികമായി ഞാനൊരു ഭർത്താവാണ്, എന്റെ വാപ്പ എന്നോട് പറയാൻ, നല്ല ഭക്തനായ വാപ്പിയമ്മയാണെങ്കിൽ എന്നോട് പറയാൻ, ഷാഹിദേ നിന്റെ ഭാര്യ ബഹുജയെ നീ ത്വലാഖ് ചെല്ലണം എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിന്റെ നിയമമായിട്ട് പറയണ്, ഇസ്ലാമിന്റെ നിയമമാണ്. എന്റെ വാപ്പിയമ്മ നല്ല ഭക്തരാണെങ്കിൽ, അവര് കളവ് പറയാത്തവരാണ് എന്നെനിക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഞാൻ എന്റെ ഭാര്യയും നല്ല ബന്ധത്തിലാണ്. പക്ഷേ എന്റെ വാപ്പ പറയാൻ, അവളെ നീ ത്വലാഖ് ചെല്ലണം എന്ന് പറഞ്ഞാൽ ഫത്വല്ലിഖുഹാ, അവളെ ത്വലാഖ് ചെല്ലൽ ഇസ്ലാമികമായി നിർബന്ധമാണ്. അവിടെയാണ് എനിക്ക് നിങ്ങളെ സമ്മതം വേണ്ട, ബാപ്പാനിമ്മാൻ ഇഷ്ടമല്ല, എന്റെ ലൈഫ് എന്റേതാണ്, സിനിമാക്കാരൻ പറഞ്ഞ ഡയലോഗാണ്. നിങ്ങൾ അതുകൊണ്ട് കെട്ടുകയാണ്. ഇസ്ലാമികമായി പിന്നീട് നടക്കുന്ന മുഴുവൻ വ്യഭിചാരാണ്. സഹോദരങ്ങളെ, അനർഹമായൊരു ബന്ധം ഉണ്ടാകാൻ പാടില്ല. ഞാൻ എന്റെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരാളോടും പ്രണയിക്കാത്ത ഒരു പെൺകുട്ടിയെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഒരു വ്യഭിചാരിണിയെ വ്യഭിചാരിയോ മുശ്രിക്കോ അല്ലാതെ കെട്ടൂല. എന്താ അല്ലാഹു പറഞ്ഞറിയോ? എന്റെ ജീവിതത്തിലേക്ക് ഞാൻ നല്ലൊരു പെൺകുട്ടിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരാളെയും നോക്കാത്ത നല്ലൊരു ആൺകുട്ടിയാകണം. ലോകത്തുള്ള എല്ലാ പെൺകുട്ടികളോടും ചാറ്റ് ചെയ്യുക, എന്നിട്ട് എന്റെ ജീവിതത്തിലേക്ക് വരുന്ന പെൺകുട്ടി സംശുദ്ധമാകുക. പടച്ചോൻ എന്താ പൊട്ടനോ? പടച്ചതമ്പുരാൻ എന്താ അനീതിക്കാരനോ? അല്ല. അതുകൊണ്ട് നല്ലവരാവുക. സഹോദരങ്ങളെ, ഹറാമുകൾ കാണാതിരിക്കുക. ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും പടച്ചതമ്പുരാൻ ഇത് കാണുന്നുണ്ട്. യൗമ തുബിന സറായിർ, മുഴുവൻ രഹസ്യവും പടച്ചോൻ പരലോകത്ത് കൊണ്ടുവരും. അതാര് മറച്ചു വെച്ചാലും, ഏത് ഹൈഡ് ചെയ്തു വെച്ചാലും, എവിടെ ഏത് മെമ്മറി കാർഡ് നിങ്ങൾ ഫോർമാറ്റ് ചെയ്താലും പടച്ചതമ്പുരാന്റെ മുന്നിലേക്ക് കൊണ്ടുവരും. അവസാനിപ്പിക്കുന്നത് പറഞ്ഞിട്ടാണ്. വിദ്യാർത്ഥികളായ നമ്മുടെ മാതൃക ആരാണ്? ലഖദ് കാന ലക്കും
ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നമുക്ക് നബി മാതൃക ഉണ്ട്. സോളെ എന്തായിന്നറിയോ? ഞാൻ ഈ ഭാഗം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാട്ടോ. വിദ്യാർത്ഥികൾ ഒന്ന് ശ്രദ്ധിക്കണം. എന്തെന്നറിയോ? നമ്മുടെ സിനിമ, നമ്മുടെ ഈ ഹരം പിടിപ്പിച്ച ജീവിതം ഉണ്ടല്ലോ, നമ്മളെ എവിടേക്ക് എത്തിച്ചു എന്ന് സ്വയം പരിശോധിക്കാനാണ്. നമുക്ക് നബി എന്താകണമെന്നറിയാം ഇസ്ലാമികമായി. എന്നെക്കാൾ, വാപ്പാനേക്കാൾ, ഉമ്മാനേക്കാൾ എനിക്കിഷ്ടം നബിനെ ആകണം. അപ്പോഴേ ഇസ്ലാമികമായി ഒരാൾ മുസ്ലിം ആകുള്ളൂ. ശരി, ഞാൻ ചോദിക്കാൻ, നമുക്ക് നബി എത്രാം സ്ഥാനത്താണ്? വിദ്യാർത്ഥികളെ, നമുക്ക് നബി എത്രാമത്തെ സ്ഥാനത്താണ്? അതിനൊരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ മതി. നബിന്റെ അവിടെ നിൽക്കട്ടെ, നബി അവിടെ നിൽക്കട്ടെ. വേൾഡ് കപ്പ് ഫുട്ബോൾ ആലോചിക്കാനാട്ടോ. വേൾഡ് കപ്പ് ഫുട്ബോൾ ഫൈനൽ, ബ്രസീലും അർജന്റീനയും ഫൈനൽ കളിക്കാൻ. എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ? ഹരമാണ്, വല്ലാത്ത ഹരമാണ്. എല്ലാ നാട്ടിലും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു, ഫൈനലാണ്. നാളെ വൈകുന്നേരം 7 മണിക്ക് മഗ്‌രിബിന് നമ്മുടെ നാട്ടിൽ നിന്ന് കളി കാണാൻ പറ്റും. നമ്മളെല്ലാവരും അതിൻ്റെതായ ജേഴ്സികൾ അണിഞ്ഞ് ഹരം പിടിച്ച് ഫൈനൽ കാണാൻ വേണ്ടി നിൽക്കാൻ. യുവാക്കളെ, അന്ന് 6 മണിക്ക് 7 മണിക്ക് കളി തുടങ്ങുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് അവനാന്റെ വാപ്പാക്കൊരു നെഞ്ചുവേദന ഇളകി. കോഴിക്കോട് വിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു, ഇന്ന് ഇവിടെ അഡ്മിറ്റ് ആക്കണം. എത്ര യുവാക്കൾ നിൽക്കും? എത്ര യുവാക്കൾ നിൽക്കും? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അനുഭവം കൊണ്ട് 85% മക്കളും നിൽക്കൂല വാപ്പാന്റെ കൂടെ. എന്തേകാനറിയോ? അന്ന് പെങ്ങളോട് പറയും, നിങ്ങൾ നിന്നാൽ നാളെ മറ്റന്നാൾ ഞാൻ നിൽക്കാൻ. എന്തേ കാരണം അറിയോ? വാപ്പാന്റെ നെഞ്ചുവേദനയേക്കാൾ വലുതായി ബ്രസീൽ ടീം മാറി, അർജന്റീനയുടെ ടീം മാറി. പിഴച്ചു, നമ്മൾക്ക് എവിടെയോ പിഴച്ചു. മക്കളെ, യുവതികളായ സഹോദരിമാരെ, നിങ്ങളുടെ ആംഗ്ല ഗൾഫിലേക്ക് പോകുകയാണ്. നിങ്ങൾ അതിനുവേണ്ടി എല്ലാം തയ്യാറായി പോകാൻ വേണ്ടി നിന്നു. അന്നാണ് അറിഞ്ഞത്, നാട്ടിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമാ നടി വരുന്നുണ്ട്. വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണും ഉദ്ഘാടനം ചെയ്യേണ്ടത്. നിങ്ങൾ എന്താ പോകുവോ? കാക്ക, ഇങ്ങോട്ട് വരുമ്പോ ഞാൻ ഉറപ്പായിട്ട് മുന്നിൽ തന്നെ ഉണ്ടാവും അറിയും. ചുരുക്കി പറഞ്ഞ അങ്ങോട്ട് പോകാൻ ഉണ്ടാവില്ല. എന്തേ കാരണം? കാക്കാൻ ഇനിയും കാണാ, സിനിമാ നടനെ കാണാൻ കിട്ടൂല. സിനിമാ നടനെങ്ങാനും കിട്ടിയില്ലെങ്കിൽ ഖബർ ശിക്ഷന്ന് ഭയങ്കര കുഴപ്പക്കാരം. എന്തേ കാരണം അറിയോ? മനസ്സുപോയി. എന്നിട്ട് റസൂലുള്ള 5-ാം സ്ഥാനത്തുകൾ വന്നു. അതുകൊണ്ടാണ് ഇസ്ലാമിക ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈ കൊണ്ട് കഴിക്കും. ഹൈസ്, റസൂലുള്ള വലത് കൈ കൊണ്ട് ഹൈസ് അറിയും. ഇസ്ലാമികമായി മുടി എന്താ നബി അങ്ങനെ പറയുന്നത്? ഒരു കാലത്ത് ഇസ്ലാമികമായി നെരിയാണ്ട് മോൾ ഡ്രസ്സാകണം. റസൂൽ പറഞ്ഞതാണ്, വലാ യുസക്കീഹിം വലാ യൻദുറു ഇലൈഹിം. അവരല്ല നോക്കൂല. കള്ളത്തരം കച്ചവടം ചെയ്യുന്നവൻ മന്നാൻ, അതോടൊപ്പം അൽ മുസ്ബിൽ, നെരിയാണ്ട താഴേക്ക്. അന്ന് പറഞ്ഞു, ഞങ്ങളൊക്കെ ക്യാമ്പസ് കൂടെ എത്ര പോകുന്ന പാൻറ് ഇട്ട് നടന്ന എന്താ വിചാരിക്കാന്ന് ചോദിച്ചവരുണ്ടല്ലോ. ഇന്നെങ്ങനെ വയ്ക്കുമ്പോ പോണറിയോ? മുട്ടിന്റെ അത്ര വല്ല ടൗസർ ഇട്ടാണ്ട്. നെരിയാണ്ട മുകളിലേക്ക് നബി പറഞ്ഞപ്പോ ഉയർത്താത്തവർ മുട്ടിന്റെ മുകളിലേക്ക് ഉയർത്താൻ കാണുന്നറിയോ? നിവിൻ പോളി ഉയർത്താൻ തയ്യാറാണ്. ഫഹദ് ഫാസിൽ മുടി വെട്ടാൻ നമ്മൾ തയ്യാറാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വെക്കാൻ വേണ്ടി പറഞ്ഞു, വെക്കാൻ നമ്മൾ തയ്യാറല്ല. എന്നിട്ട് നമ്മൾ പ്രഖ്യാപിക്കാണ്, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. എന്റെ ജീവിതത്തിന്റെ മാതൃക നബിയാണ്. ഏത് മാതൃക? എല്ലാ രാഷ്ട്രീയത്തിന്റെ ആഘോഷത്തിലും ചുവന്ന തുണി ധരിച്ച മുസ്ലിമീങ്ങൾ, പച്ചത്തുണി ധരിച്ച മുസ്ലിമീങ്ങൾ. എന്തേ? പാട്ടിന്റെ ഹരാണെന്നാണ്. ശരി, ഒരു വെള്ള ഷർട്ടെങ്കിലും നബി പറഞ്ഞിട്ടില്ല ഇടല സുന്നത്താണ്, വാങ്ങിക്കണോ? ഇല്ല. എന്തേ കാരണം? അത് നബി പറഞ്ഞതാണ്. അവിടെ നിന്ന് മാറണം. നമ്മുടെ വസ്ത്രം നബി പറഞ്ഞതുപോലെയാകണം. നമ്മുടെ സ്വഭാവം നബി പറഞ്ഞതുപോലെയാകണം. നമ്മുടെ മുടി, പ്രവാചകൻ പറഞ്ഞു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസാ. ഒരു ഭാഗം വെക്കുക, ഒരു ഭാഗം ഉയർത്തുക, ഒരു ഭാഗം എടുക്കുക, ഒരു ഭാഗം വെക്കുക. സഹോദരങ്ങളെ, നബി നിരോധിച്ചു. ഇതുവരെ നമ്മൾ എങ്ങനെ എന്നതല്ല പ്രശ്നം. MSMന്റെ സമ്മേളനത്തിൽ കേട്ടതിന് ശേഷം ഇനി നമ്മൾ എങ്ങനെ, അതാ വിഷയം. സഹോദരിമാരെ, മുഖവും മുൻകൈയൊഴിക ബാക്കി ഭാഗങ്ങൾ മറക്കൽ നിർബന്ധമാണ്, ഫറളാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അങ്ങനെയല്ലാതെ വസ്ത്രം ധരിച്ച് ഒരു വണ്ടിയിൽ യാത്ര പോകുന്നിടയിലെങ്ങാനും ആക്സിഡന്റ് പറ്റി മരിച്ചാൽ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ എത്തുക അല്ല നിരോധിച്ച വസ്ത്രവുമായിട്ടാണ്. അവസാനിപ്പിക്കുന്നു, സമയം കുറവായതുകൊണ്ട് ഒരൊറ്റ കാര്യം മാത്രം പറയാൻ. എനിക്കറിയാവുന്നൊരു സഹോദരി കഴിഞ്ഞ എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ, നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ തിരൂരാണ് അവരുടെ വീടെങ്കിൽ, മഞ്ചേരിയാണ് കോച്ചിങ് സെന്റർ എങ്കിൽ, ആ വീട്ടിലെ വാപ്പിയും ഉമ്മയും മക്കളടക്കം
കോച്ചിങ് സെന്ററിന്റെ അടുക്കലേക്ക് വീട് വാടകയ്ക്കെടുത്ത് പോയി അവിടെ താമസിച്ചു 1 കൊല്ലം. കാരണം മെഡിക്കൽ പരീക്ഷയിൽ അവൾക്ക് MBBS ഡോക്ടറാകാൻ വേണ്ടി കുടുംബസമേതം ത്യാഗം ചെയ്യാൻ. പരീക്ഷയുടെ തലേ ദിവസം പ്രഖ്യാപനം ഉണ്ടായി. എന്താ പ്രഖ്യാപനം ഉണ്ടായത്? തലയിൽ തട്ടമിട്ടുകൊണ്ട് പരീക്ഷ എഴുതാൻ പാടില്ല. ആ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് പരീക്ഷ എഴുതണ്ടെന്ന് പറഞ്ഞു. എഴുതണ്ടെന്നാണ് പറഞ്ഞു. ഇന്നും എനിക്കറിയാം, അവൾ കോളേജിൽ പഠിക്കുകയാണ്. എന്തേ കാരണം അറിയോ സഹോദരിമാരെ? ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ്, എന്റെ ജീവിതത്തിന്റെ നാഥൻ അല്ലാഹുവാണെന്ന് പ്രഖ്യാപിക്കുക. സുമ്മസ്തഖാമു, പിന്നെ അല്ലാഹ് പറഞ്ഞ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുക. അല്ലാഹു എന്നോട് മറക്കണമെന്ന് പറഞ്ഞത് ഞാൻ മറച്ചിട്ടേ പുറത്തേക്ക് വരൂ എന്ന് പ്രഖ്യാപിച്ചവർ ലോകത്തിന് മാതൃകയായ പെൺകുട്ടിമാരാണ്. എന്തേ കാണുന്നറിയോ? ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം പ്രവാചകൻ എണ്ണി. അതിലൊന്നെന്താണെന്നറിയോ? പടച്ച തമ്പുരാനും പ്രവാചകനും ലോകത്തൊന്നാം സ്ഥാനം കൊടുക്കുക അല്ലാഹ് പറഞ്ഞ നിയമത്തിന്. രണ്ടാമത്തേത്, താൻ പഠിച്ചത് തെറ്റാണ്, ഇന്നത് ചെയ്യൽ തെറ്റാണ്, ബിദഅത്താണ്, ഹറാമാണ് എന്നറിഞ്ഞിട്ട് അത് ചെയ്യൽ, വസ്ത്രം അങ്ങനെ ധരിക്കൽ, കള്ളിഷാപ്പിലേക്ക് പോകൽ, സ്വവർഗരതി ആസ്വദിക്കൽ, കൂട്ടുകാരോട് കൂടി ഹറാമുകൾ കാണൽ, മറ്റുള്ളവരുമായി ഹറാമായ ഫോൺ വഴി ബന്ധമുണ്ടാക്കൽ ഹറാമാണ് എന്നറിഞ്ഞിട്ട് അത് ചെയ്യൽ. കത്തിയെരിയുന്ന തീക്കുണ്ടത്തിലേക്ക് ചാടുന്നത് പോലെ മനസ്സിൽ വിഷമുണ്ടാകണം. അവർക്ക് ഈമാണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ അവസ്ഥ നമുക്ക് ഉണ്ടാകണം. ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ തീരും. എങ്ങനെ തീരുന്നറിയോ? ഒറ്റ ആക്സിഡന്റ് തീർന്നു. 10,000 ആളുകൾ മയ്യത്ത് നിസ്കരിച്ചാലും ഞാൻ നിസ്കരിച്ചിട്ടില്ലേ, തീരുമാനമായി. 1000 ആളുകൾ ഉമ്മാക്കിട്ടുള്ള കുട്ടിയാണെന്ന് പറഞ്ഞാലും പടച്ചതമ്പുരാന്റെ മുന്നിൽ ഇഷ്ടല്ലേ? ഏറ്റവും മോശപ്പെട്ട കുട്ടിയായി ഒരു കാര്യം പറയാൻ വിട്ടുപോയത് ഓർമ്മിപ്പിക്കാൻ നമ്മുടെ ഉമ്മയും ബാപ്പയും ഒരൊറ്റ കാര്യം പറയാതെ പോയാൽ അത് പൂർത്തിയാവില്ല എന്നുള്ളതുകൊണ്ടാണ്. സഹോദരങ്ങളെ, ഒരേ ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ഉമ്മയും ബാപ്പയും നമുക്ക് വേണ്ടി ജീവിച്ചോലാണ്. അവർക്ക് വേണ്ടി ഒരു നല്ല വാക്കെങ്കിലും ജീവിതത്തിൽ പറയണം. ഒരു നല്ല വാക്കെങ്കിലും. എത്ര മക്കളുണ്ടറിയോ? എന്റെ വാപ്പയും നിന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞവര് ആ വാക്കിനെ പറ്റി ഖുർആൻ പറഞ്ഞറിയോ? കബുറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, നിങ്ങളുടെ നാവിൽ നിന്ന് ശിർക്ക് കഴിഞ്ഞാൽ വരുന്നതിൽ വെച്ച് ഏറ്റവും ഭീകരമായ വാക്കാണ് എന്റെ വാപ്പയും നിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞങ്ങളെ നമ്മളെ വീട്ടിലേക്ക് നമ്മളെ കൂട്ടുകാര് ഒരു ദിവസം ഞായറാഴ്ച വരാന്ന് പറഞ്ഞു. നമ്മുടെ വാപ്പാനോട് പറഞ്ഞു, വാപ്പ അമ്മ എന്റെ കൂട്ടുകാരന്മാർ 4 ആൾ വരുന്നുണ്ട്. വാപ്പയ്ക്കും 11 മണിക്കാണോ ഉച്ചക്കാണോ? എന്തിനാണ്? 11 മണിക്കാണെങ്കിൽ അതിൻ്റെതായ ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി, ഉച്ചക്കാണെങ്കിൽ ചോറൊക്കെ ഉണ്ടാക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു 11 മണിക്കാണ്. ഇവിടെ ഉച്ചക്ക് വരാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു. അന്ന് വാപ്പ ലീവ് എടുക്കും, ഉമ്മ അവിടെ നിൽക്കും. അയൽക്കാരോട് പറയും, എന്റെ മോള് മുഫീദയുടെ മകൻ മുഹമ്മദിന്റെ കൂട്ടുകാർ വരുന്നുണ്ട്. സോ ഞങ്ങൾ വാപ്പയും ഇങ്ങനെ വളരെ സന്തോഷമായിരിക്കും. ഇങ്ങോട്ട് വന്നു, പൈനാപ്പിൾ ജ്യൂസ് അടിച്ചു, ഫ്രിഡ്ജിലേക്ക് വെച്ചു. അവർ വന്നപ്പോഴേക്കും അവർക്ക് എടുത്തു കൊടുത്തു. 2-3 പലഹാരങ്ങൾ കൊടുത്തു. 12:30 ആയപ്പോഴേക്കും അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി. പോകാൻ നേരത്ത് തോളത്ത് കൈ പിടിച്ചിട്ട് നമ്മളെ കൂട്ടുകാർ പറഞ്ഞു, ഷാഹിദേ, എൻ്റെ വാപ്പ എന്തൊരു നല്ല വാപ്പടാ, എൻ്റെ അമ്മ എന്തൊരു നല്ല അമ്മടാ. ഞങ്ങൾ വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് വേണ്ടി പലഹാരം ഉണ്ടാക്കി, ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടാക്കി, സന്തോഷത്തോടുകൂടി ഞങ്ങളെ സ്വീകരിച്ചു. ഒരു നേരം ഞങ്ങൾക്ക് സുഭിക്ഷമായി ഭക്ഷണം നൽകി. സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ചങ്ങാതിമാർ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു നേരം ഭക്ഷണം കഴിച്ചപ്പോ അവരത് തന്നമ്മാനും വാപ്പാനും പറ്റി പറഞ്ഞു, നിന്റെ വാപ്പ നല്ലൊരു വാപ്പയാണ്, നിന്റെ അമ്മ ഒരു നല്ല അമ്മയാണ്. 10-12 കൊല്ലമായി, 20 കൊല്ലമായി, 19 കൊല്ലമായി അതേ വാപ്പയും ഉമ്മയും 4 നേരം 5 നേരം നമ്മൾക്ക് ഭക്ഷണം തന്നിട്ട് ഇന്നേവരെ ഇന്റെ വാപ്പ ഒരു നല്ല വാപ്പയാണ്, ഇന്റെ അമ്മ ഒരു നല്ല അമ്മയാണ് എന്ന് പറയാൻ നമ്മുടെ നാവിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് മക്കളാ പ്രിയപ്പെട്ടവരെ? നമ്മൾ എന്ത് മക്കളാ? ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കല്യാണത്തിന് മെഡിക്കൽ വിദ്യാർത്ഥിയായ പെൺകുട്ടി 24 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് വാപ്പ വരികയാണ്. ഗൾഫ് നിർത്തി മകളുടെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം മകളുടെ ഫ്രണ്ട്സ് തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. അവളുടെ കല്യാണമാണ്. കൂട്ടുകാർ വരുന്നു, ഇൻസൈഡ് ചെയ്തവർ വരുന്നു, അവരുടെ റൂം കാണിച്ചു കൊടുക്കുകയാണ്, അവൾ കളിച്ച സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ്, ഭക്ഷണം കഴിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ്, ഒക്കെ കാണിക്കുകയാണ്. ആ പെൺകുട്ടിന്റെ വാപ്പുണ്ട് സാധു, വെള്ളി ശ്രദ്ധ കെട്ടിട്ട് എടുത്തിങ്ങനെ നിൽക്കുകയാണ്. എന്തിനാ വാപ്പാന്റെ വികാരം നമുക്കറിയാം. എന്റെ കുട്ടി ഇന്നെ ചൂണ്ടിക്കാണിച്ചു, ഇതിന്റെ അപ്പയാട്ടോ, 24 കൊല്ലം എനിക്ക് വേണ്ടി ഗൾഫിൽ അധ്വാനിച്ച എന്റെ വാപ്പയത്. ആ വാപ്പ അധ്വാനിച്ചോണ്ടാ ഞാൻ എങ്ങനെയായത്. ഒന്നുമില്ലാത്തോടുന്ന് എന്നെ MBBS പഠിപ്പിച്ച് 4 വർഷം പഠിപ്പിച്ച് 1 വർഷം ഹൗസ് സർജൻസി കഴിപ്പിച്ച് എന്നെ ഈ വലുതാക്കി എന്റെ വാപ്പയാണിത്. എന്നാ വാപ്പ ഒന്ന് കൊതിച്ചിട്ടുണ്ടാവും,
ആ കുട്ടി തിരിഞ്ഞു നോക്കിയില്ല. എല്ലാവർക്കും എല്ലാം പറഞ്ഞു കൊടുത്തു, വാപ്പാനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തില്ല. എന്തേ കാരണം അറിയോ? വാപ്പ സാധുവാണ്, വയസ്സനാണ്. ഒരു കോളേജ് അധ്യാപകനാണ് ഞാൻ. അൽഹംദുലില്ലാ സ്റ്റാഫ് മീറ്റിങ്ങിന് ഒരു കുട്ടി വാപ്പാണ്ട് വിളിച്ചു പറയും, വാപ്പാ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഇക്കാക്കാനെ വിട്ടാ മതി. എന്തേ കാരണം അറിയോ? വാപ്പ പൊറാട്ടടിക്കണ ജോലിയാണ്. ഏട്ടൻ വന്നു, സ്റ്റാഫ് മീറ്റിങ്ങിൽ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വാപ്പ വരുന്നു, നിന്റെ കുട്ടിന്റെ കാര്യം എന്താണ്? വാപ്പ ഇങ്ങനെ കൂനിയിട്ടാ വരുന്നത്. വാപ്പാന്റെ അരക്ക് ചെറിയൊരു ഒരു കുനയുണ്ട്. ഇവൻ മനസ്സിലാക്കി എന്താ അറിയോ? എന്റെ വാപ്പ ഇങ്ങോട്ട് വന്നാൽ എന്റെ കൂട്ടുകാരനെ കളിയാക്കുമല്ലോ. സഹോദരങ്ങളെ, ആ വാപ്പ അങ്ങനെയാകാനുള്ള കാരണം എന്താ അറിയോ? നമുക്ക് വേണ്ടി അവർ കഷ്ടപ്പെട്ടിട്ടാണ്. ആ വാപ്പാനിമാനും മറക്കരുത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലാഹ് ഹറാമാക്കി ഒന്നും ചെയ്യരുത്. നമ്മുടെ ജീവിതത്തിന്റെ മാതൃക നബിയാകണം. നബി ജീവിച്ചതുപോലെ ജീവിക്കുക. മനസ്സിൽ കിനാവ് കാണേണ്ടത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ്. സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കിനാവ് കാണേണ്ടത് ആയിഷ ബീവിയെയാണ്. വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിന്റെ വസ്ത്രധാരണവും നമ്മുടെ മുടിയും നമ്മുടെ സംസാരവും നമ്മുടെ സുബഹിയും പ്രവാചകന്റെ കൂടെ നിൽക്കുവാൻ കഴിയണം. എന്നിട്ട് നബി എന്റെ അനുയായികൾ വരൂ എന്ന് പറയുമ്പോ, നബി താങ്കളുടെ കൂടെ നിൽക്കുവാൻ ഞാൻ ദുനിയാവിൽ ജീവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുന്ന നല്ല വിശ്വാസികളാകണം. അബ്ദുല്ലാഹ് മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരൊറ്റ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, കൈഫ നഫറഹു. എങ്ങനെ നമുക്ക് ജീവിതം നാട്ടുകാരും ചങ്ങാതിമാരും അടിച്ചു പൊളിക്കുന്നത് പോലെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ കഴിയും? അൽ മൗതു അമാമന, നമ്മുടെ മുന്നിൽ പടച്ചതമ്പുരാൻ നിശ്ചയിച്ച മരണം തൊട്ട് മുന്നിലുണ്ട്. വൽ ഖബറു വറാന, അല്ലാഹു നമ്മൾക്ക് പോകാൻ ഒരുക്കിയ ഖബർസ്ഥാൻ നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. വൽ ഖിയാമത്തു മൗഇദുനാ, നമ്മുടെ ലക്ഷ്യമായ പരലോകം തയ്യാറായി നിൽക്കുന്നുണ്ട്. അതിന്റെ കിട്ടിയ ഈ സമയം ദീനിയായി ജീവിക്കുക, നമസ്കാരം ഒഴിവാക്കാതിരിക്കുക, 10 ആയത്തുകളെങ്കിലും അർത്ഥസഹിതം വായിക്കുക, നബി പറഞ്ഞതുപോലെ ജീവിക്കുക, മാതാപിതാക്കളെ ഇഷ്ടപ്പെടുക, ഹറാമ് കാണുന്ന സമയത്ത് നാഥൻ കാണുകയും പരലോകത്ത് കൊണ്ടുവരികയും ചെയ്യും എന്ന ബോധ്യമുണ്ടാവുക. നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് സമ്മേളനങ്ങളിലേക്ക് ക്ഷണിച്ച് ഈ ദീന് കൈമാറുക. പടച്ചതമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.